റേഡിയസ് റേഷ്യോ റൂള്. അതായത് നമ്മൾ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പം സപ്പോസ് ഒരു കാറ്റയോൺ ഇരിക്കുന്നത് ഒരു ഒക്ടാഹെഡ്രൽ വോയിഡിലാന്ന് വെച്ചോ. നേരത്തെ നമ്മൾ എന്തൊക്കെയോ എക്സാമ്പിൾസ് പറഞ്ഞല്ലോ. അപ്പോ അങ്ങനത്തെ ഒരു സ്പെസിഫിക് സിസ്റ്റം, അതിൽ കാറ്റയോൺ ഇരിക്കുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡിലും ആനയോൺ അതിന്റെ ചുറ്റും. അതാണ് കേസ്. ഓക്കെ. ഇനി ഇതിന്റെ മുന്നിലും ബാക്കിലും ലെയർ ഉണ്ട്. അപ്പം അതിലും ഓരോ ആനയോൺസ് കാണും. ഓരോ അല്ല, 3 ആനയോൺസ് കാണും. അപ്പം അങ്ങനെയുള്ള ഒരു കേസ്. ഇവിടെ കോർഡിനേഷൻ നമ്പർ 4 ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ ഞാൻ പറയുന്നത്. അതിന്റെ ഒക്ടാഹെഡ്രൽ വോയിഡിൽ കാറ്റയോൺ ഇരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാറ്റയോണിന്റെ റേഡിയസ് മാത്രം കൺസിഡർ ചെയ്ത ഇവിടെ ഇതൊരു സെന്റർ പോയിന്റ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു R+ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അടുത്തൊരു R+ ഉണ്ട്. അതായത് R+++R+. ഓക്കെ. അതായത് മൊത്തം എന്താ പറയാ, ഒരു ലെയറും അടുത്ത ലെയറും ഒരു ക്ലോസ് പാക്കിങ്ങിലുള്ള ആംഗിൾ ഒക്കെ വെച്ചിട്ട് റേഡിയസ് റേഷ്യോ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള പോലെ ഒരു റൂളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ബേസിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് R+ ഡിവൈഡഡ് ബൈ R-. അല്ലെങ്കിൽ അത് നേരെ തിരിച്ചു ആവാം, R- ഡിവൈഡ് ബൈ R+ ആവാം. അതായത് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്, റേഡിയസ് റേഷ്യോ ഓഫ് കാറ്റയോൺ ഈസ് ടു ആനയോൺ. അപ്പൊ അതില് ഒന്നാമത് അറിയേണ്ടത് ഇവിടെ ടോട്ടലായിട്ടുള്ള അയണിക് റേഡിയ ആണ് അറിയേണ്ടത്. അപ്പം ഇങ്ങനെയാണ് ഒരു ലൈൻ പോകുന്നതെങ്കിൽ, അതായത് ഇത് ഇത്രയും ദൂരല്ല കേട്ടോ, ഇത് ക്ലോസ് പാക്ഡ് എന്ന് വിചാരിക്കണം. അപ്പം ഈ കാറ്റയോണിൽ തന്നെ ഒരു R+ വന്നു, അടുത്ത R+, അതായത് മൊത്തത്തിൽ അതിന്റെ ഡയമീറ്റർ പ്ലസ് പിന്നെ ഈ ആനയോണിന്റെ സെന്റർ വരെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. ഈ ആനയോണിന്റെ സെന്റർ വരെ. അപ്പം ഇതിന്റെ R-, അതായത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്പേസ് ഇവിടെ ഇല്ല, ഇത് ക്ലോസ് പാക്ഡ് ആണ്. അപ്പം R- പ്ലസ് ഇനി അടുത്ത ആനയോണിന്റെ R-. ഇതാണ് ഈ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെ? R+ പ്ലസ് R+ പ്ലസ് R- പ്ലസ് R-. അതാണ് ഈ മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ്. ഇനി അത് ഈ ഒരു ലൈനാണ്. ഓക്കെ, ഇവിടെ അങ്ങനെ മനസ്സിലാക്കണ്ട. ശരി. ഇത് സിമിലർ സ്ട്രക്ചർ ആണ്. ഒക്ടാഹെഡ്രൽ വോയിഡ് 4 കോർഡിനേറ്റഡ് ആയിട്ട് ആനയോൺസ് ഉണ്ട്. അതില് ഈ ഒരു സെഗ്മെന്റിന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആയിരിക്കും. അപ്പോ മാത്തമാറ്റിക്കലി cos 45 എന്ന് പറയുന്നത് 2R- ഡിവൈഡഡ് ബൈ 2R- പ്ലസ് 2R+ ആയിരിക്കും. അതായത് ഇതിന്റെ കോസ്, ഈ ആംഗിളിന്റെ കോസ്, cos 45 is equal to 2R- divided by 2R- plus 2R+. ഓക്കെ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഈ ഡെറിവേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ, 0.707. ഒരു ടേബിൾ ഞാൻ പറയും, അത് എഴുതിയാലും മതി. 0.707. ഇതെന്ന് പറയുന്നത് ഒരു ഒക്ടാഹെഡ്രൽ സൈറ്റിൽ ഇരിക്കുന്ന കാറ്റയോണിന്റെ കാര്യമാണ്. ഓക്കെ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ മനസ്സിലാക്കുന്നത്. ഓക്കെ. നിങ്ങൾ ടേബിൾ എഴുതിക്കോ. ഫസ്റ്റ് കോളം കോർഡിനേഷൻ നമ്പർ, സെക്കൻഡ് കോളം ജോമെട്രി, തേർഡ് കോളം ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോ, ഫോർത്ത് കോളം പോസിബിൾ ലാറ്റിസ് സ്ട്രക്ചർ,
പോസിബിൾ ലാറ്റിസ് സ്ട്രക്ചർ. അതില് ഒന്നാമത്തെ റോ കോർഡിനേഷൻ നമ്പർ 4 ജോമെട്രി ടെട്രഹൈഡ്രൽ, geometry tetrahedral. മൂന്നാമത്തെ കോളം ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോ എന്നുള്ളത് 0.225 പോസിബിൾ സ്ട്രക്ചർ Woodside, zinc blend. Woodside, zinc blend. അടുത്ത ലൈനില് കോർഡിനേഷൻ നമ്പർ 6 geometry octahedral, limiting radius ratio 0.414 comma 2.42 structure is the NaCl, rutile. NaCl, rutile. RUTILE. TiO2 shape of the rutile. Shape of the structure. In the coordination number 8. Coordination number 8. Geometry cubic. Limiting radius ratio 0.732 comma 1.37. 0.732 comma 1.37. Possible structure CSCl, cesium chloride structure, CSCl comma fluoride. These structures are first class discussed. CSCl comma fluoride. The last line on the coordination number 12. Geometry cuboctahedral. Limiting radius ratio value 1. Structure example simple ionic crystals coordination number 12 വെച്ച് കാണാറില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഇത്രയും ചാർജ്ഡ് സാധനങ്ങളിൽ കോർഡിനേഷൻ നമ്പർ 12 ഒക്കെ വെച്ച് ഒരു ക്ലോസ് പാക്ട് സ്ട്രക്ചറിൽ നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ സിമ്പിൾ ആയണിക് കോമ്പൗണ്ട്സിൽ അത് കാണാറുണ്ട്. അതുകൊണ്ട് അതിന് എക്സാമ്പിൾ ഇവിടെ ആ ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോയില് ഞാൻ 0.414 2.42 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ 2.42 എന്ന് പറയുന്നത് അതായത് R plus R minus 0.414 ആണെങ്കിൽ R minus by R plus അതാണ് മറ്റേ വാല്യൂ, അതായത് 0.414 റെസിപ്രോക്കൽ. ഓക്കെ, രണ്ട് രീതിയിൽ എടുത്ത് എഴുതാട്ടോ അത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് എഴുതിപ്പോ അതായത് ഈ ടേബിളിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉള്ളത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ R plus R minus എന്നുള്ളൊരു ഫാക്ട് മാത്രം കൺസിഡർ ചെയ്താൽ, ഇപ്പം R plus R minus വാല്യൂ 0.225 to 0.414 ആണെങ്കിൽ അത് ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും പ്രിഫർ ചെയ്യാം. ഓക്കെ, അതാണ് ലിമിറ്റിംഗ് റേഡിയസ് റേഷ്യോ. ആ കൊടുത്തേക്കണ 0.414 എന്ന് പറയുന്ന വാല്യൂ 0.414 എന്ന് പറയുന്ന വാല്യൂ അതിന്റെ ലിമിറ്റിംഗ് വാല്യൂ ആണ്. അതായത് എബവ് 0.414 ആയാലാണ് ഒക്ടാഹെഡ്രലിലോട്ട് ഫേവർ ചെയ്യുന്നത്. ഓക്കെ, അത് എന്തേലും കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി അത് സെന്റൻസ്
lower limit sentence എഴുതുക. Lower limit for tetrahedral coordination is R plus divided by R minus is R plus divided by ratio. Lower limit for tetrahedral coordination is R plus by R minus equal to 0.225. For radius ratios ranging from 0.225 to 0.414. For radius ratios ranging from 0.225 to 0.414, tetrahedral sides will be preferred. ആരാണ് ടെട്രാഹെഡ്രൽ സൈറ്റ് പ്രിഫർ ചെയ്യുന്നത്? കാറ്റയോൺ ആട്ടോ ടെട്രാഹെഡ്രൽ സൈറ്റ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ടെട്രാഹെഡ്രൽ സൈറ്റ്സ് വിൽ ബി പ്രിഫേർഡ് above 0.414. Octahedral coordination is favored. Here example eduko. Consider beryllium sulfide. BES. Beryllium sulfide. BES. Consider beryllium sulfide. R Be2 plus divided by RS2 minus. RBE2 plus divided by RS2 minus is equal to 59 divided by 170. ഇത് രണ്ടും പൈക്കോമീറ്ററിലാണ്. 59 divided by 170 is equal to 0.35. അടുത്ത സെന്റൻസ് എഴുതാം. A coordination number of 4 is expected here. A coordination number of 4 is expected here as Be2 plus cation, as Be2 plus fit into tetrahedral holes. As Be2 plus fit into tetrahedral holes. അതായത് വാല്യൂ നോക്കിക്കോ 0.35 ആണ്. 0.35 എന്ന് വെച്ചാൽ 0.225 0.414 റേഞ്ചിൽ വരുന്നതാണ്. അപ്പോൾ ടെട്രാഹെഡ്രൽ സൈറ്റിലായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതായത് കോർഡിനേഷൻ നമ്പർ ഓഫ് 4 is expected as Be2 plus ion fit into tetrahedral holes. Full stop. BES adopts Woodside structure. BES, beryllium sulfide, adopts Woodside structure. ഇനി അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. അടുത്ത എക്സാമ്പിൾ എന്താ വെച്ചാൽ RNA plus divided by RCl minus is equal to 116 picometer divided by 167 picometer. Okay, is equal to 0.69. Okay, ഈ 0.69 എന്ന് പറയുന്നത് എവിടെയാ കിടക്കണേ? 0.414 to 0.732 എന്നുള്ള റേഞ്ച് അല്ലേ? അതായത് ഒക്ടാഹെഡ്രല്ലേ. അപ്പൊ എഴുതിക്കോ Na plus prefer octahedral holes.
Na plus prefer octahedral folds in closest packed lattice of chloride ions. In closest packed lattice of chloride ions. In closest packed lattice of chloride ions, comma, forming NaCl lattice with coordination number 6. Forming NaCl lattice with coordination number 6. ഇനി ഈ റേഡിയസ് റേഷ്യോ ഒബേ ചെയ്യാത്ത കുറച്ച് കേസസും കൂടി ഉണ്ട്. പക്ഷെ അത് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ടോപ്പിക്കിലോട്ട് എത്തും. അതുകൊണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഫ്രഷ് ആയിട്ട് എടുക്കാം. അപ്പം ഇവിടെ വരെ ഉള്ളത് നിങ്ങളൊന്ന് നോക്കണം. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഒന്ന് ഫോളോ ചെയ്യണം. പിന്നെ ഓരോ ക്ലാസ്സിന് വരുമ്പോഴും തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എന്താ ഉണ്ടായതെന്ന് അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പം ആതിര കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടീനോട് ചോദിച്ചാൽ ചിലപ്പം നോട്ട് കിട്ടുമായിരിക്കും. അപ്പം മിസ്സാക്കാതെ പോകണം പരമാവധി. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെയുള്ളതിൽ? ഹലോ, ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. കേക്കുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. ഹലോ. ഓ, എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കില്ല. ഒന്നുകൂടെ പറയാവോ? ഓക്കെ എന്തോ കണക്ഷൻ പ്രശ്നം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. ലാറ്റിസ് എനർജി ഓഫ് KF, KCl, KBr, and KI follows the order. Lattice energy of KF, KCl, KBr and KF follows the order. And 4 options ഉണ്ട്. 4 options ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ KF greater than KCl greater than KBr greater than KI, KF greater than KCl greater than KBr greater than KI. B option KI greater than KBr greater than KCl greater than KF, KI greater than KBr greater than KCl greater than KF. Option C KF greater than KCl greater than KI greater than KBr. KF, KCl, KI, KBR. നാലാമത്തെ ഓപ്ഷൻ KI greater than KBR greater than KF greater than KCl. എത്ര ഓപ്ഷൻസിന്റെ ആവശ്യമില്ല ശരിക്കും ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ലാറ്റിസ് എനർജി ഓഫ് പൊട്ടാഷ്യം ഹാലൈഡ്സ് എന്ത് ഓർഡർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്? അതായത് ഏത് പൊട്ടാഷ്യം ഹാലൈഡിന്റെ ലാറ്റിസ് എനർജി ആയിരിക്കും ഏറ്റവും കൂടുതൽ? അതാണ് ഈ ക്വസ്റ്റ്യന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം. ഏത് പൊട്ടാഷ്യം ഹാലൈഡിന്റെ ലാറ്റിസ് എനർജി ആയിരിക്കും കൂടുതൽ? ഏതിന്റെ ആയിരിക്കും?
കേട്ടില്ല. ആ അതായത് ഇയാള് നേരെ തിരിച്ച് ചിന്തിച്ചു, അതുകൊണ്ടാണ് പ്രശ്നം വന്നേ. ഇവിടെ കെ എഫിന്റെ ആണ് ഏറ്റവും ലാറ്റിസ് എനർജി കൂടുതൽ. എന്താ കാരണം? കെ പ്ലസിന്റെ സ്ട്രക്ചർ നോക്കുക, എഫിന്റെ സ്ട്രക്ചർ നോക്കുക. രണ്ട് കുഞ്ഞു കുഞ്ഞ് ആനിയോണും കാറ്റയോണും ആണല്ലോ. അപ്പം അവര് രണ്ടും തമ്മില് സ്ട്രോങ് ആയി നിൽക്കാനുള്ള ചാൻസ് ആണ് ബാക്കിയുള്ളതിനേക്കാളും കൂടുതൽ. ഓക്കെ, അതായത് കെ ഐയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ആനിയോണും ഒരു കുഞ്ഞു കാറ്റയോണും. അപ്പം ഈ കാറ്റയോൺ ഇതിനെ ഹെൽഡ് ചെയ്ത് നിൽക്കാണല്ലോ. അപ്പം അവര് തമ്മിലുള്ള ബോണ്ട് കുറച്ചുകൂടെ ഈസിലി നമുക്ക് ബ്രേക്ക് ചെയ്യാം. പക്ഷെ ഈ കെ എഫിന്റെ കേസിൽ രണ്ടും ഏകദേശം ഒരേ സൈസാ. അപ്പൊ രണ്ടിനെയും ടൈറ്റ്ലി ബൗണ്ട് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പം കെ എഫ് ആണ് ലാറ്റിസ് എനർജി കൂടുതൽ. അതായത് ആ നേരെ ഓർഡറിൽ പോകും. കെ എഫ് ഗ്രേറ്റർ ദാൻ കെ സി എൽ ഗ്രേറ്റർ ദാൻ കെ ബി ആർ ഗ്രേറ്റർ ദാൻ കെ ഐ. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എടുക്കണമെങ്കിൽ ഒരു ടോപ്പിക്കിലോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിർത്താം. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ ആൻസർ ഇതിന്റെ എക്സ്പ്ലനേഷൻ എഴുതിയല്ലോ അല്ലെ? നിങ്ങളുടെ ഭാഷയിലെങ്കിൽ എഴുതിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യട്ടെ? അങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യണേ.